പുസി. തോമസ് കവാലം. ഒരു മഴക്കാലത്താണ് അവൾ മരണത്തോടെ മല്ലടിച്ച് കിടന്നത്. പുസി പ്രായമാകുമ്പോൾ മനുഷ്യന് സംഭവിക്കുന്നത് പോലെ തന്നെ അവൾ മരിക്കാൻ കിടക്കുമ്പോഴും മക്കളോ ബന്ധുക്കളോ ആരും അവൾക്ക് ചുറ്റുമുണ്ടായിരുന്നില്ല. 3 പ്രസവത്തിലായി 10 മക്കളെ പെറ്റവളായിരുന്നു പുസി. മരിക്കും എന്ന സ്ഥിതിയായപ്പോൾ ചില മനുഷ്യരൊക്കെ അടുത്തുകൂടി. അവിടെ കിടന്നാൽ ചത്തു ചെയ്യുമല്ലോ, മണമുണ്ടാകും. എങ്ങനെയെങ്കിലും അവളെ അവിടെ നിന്ന് ഒഴിവാക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരുന്നു. മനുഷ്യന്റെ മരണം സംഭവമല്ലാത്ത നാട്ടിൽ ഒരു പൂച്ചയുടെ മരണം ആരറിയാൻ, ആര് കരയാൻ? അവൾ അയൽവീടുകളിലെല്ലാം പോകാറുണ്ടായിരുന്നു. പക്ഷേ ആരുടെയും സ്വന്തമായിരുന്നില്ല. ചില പാവ മനുഷ്യരെ പോലെ എല്ലാ വീടുകളിലെയും എച്ചിൽ ഭക്ഷിച്ച് അവൾ കഴിഞ്ഞു പോന്നു. മീനായിരുന്നു അവളുടെ ഇഷ്ട ഭക്ഷണം. പക്ഷേ അത് വളരെ വിരളമായി കിട്ടിയിരുന്നുള്ളൂ. മീൻതല മനുഷ്യൻ തിന്നാത്തത് കൊണ്ട് ചിലയിടങ്ങളിൽ അവൾക്കത് കിട്ടിയിരുന്നു. എങ്കിലും മീൻ വെട്ടുന്നതിനിടയിൽ തല അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് ചെരിഞ്ഞാൽ പിച്ചാത്തിക്ക് നല്ല വെട്ട് കിട്ടിയിരുന്നു അവൾക്ക്. ഏതാണ്ട് 5 വർഷങ്ങൾക്ക് മുമ്പാണ് അവൾ ഈ പരിസരത്ത് വന്നത്. അവളുടെ അമ്മയെയും ഇതുപോലെ ആരോ കൊണ്ട് തള്ളിയതായിരുന്നു. 2 സഹോദരങ്ങൾക്ക് ഒപ്പം. അമ്മ മരിച്ചു കിടക്കുമ്പോൾ അവളുടെ ചുറ്റുമായി അവർ 3 പേരും കരഞ്ഞുകൊണ്ട് നടന്നു. അയൽപക്ക വീടുകളിൽ വിവരം അറിഞ്ഞപ്പോൾ അവർ ഓരോരുത്തരായി വന്ന് 2 കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി. ഒരെണ്ണം അവശേഷിച്ചു. കാണാൻ ഏറ്റവും മോശം അവളായിരുന്നു. മറ്റു 2 പേർക്കും സുന്ദരമായ കണ്ണുകളും കറുത്ത പൊട്ടും വിടർന്ന വാലുകളും ഉണ്ടായിരുന്നു. ഇവൾക്കാകട്ടെ അതൊന്നും ഉണ്ടായിരുന്നില്ല. എന്ന് മാത്രമല്ല, ചെമ്പിച്ച പുള്ളി കുത്തുള്ള വൃത്തികെട്ട നിറമായിരുന്നു അവളുടേത്. അവളുടെ ജന്മം പോലും അവൾ വിചാരിച്ചതുപോലെ ആയിരുന്നില്ല. അവളുടെ നിറവും സൗന്ദര്യവും ഒക്കെ. അല്ലെങ്കിൽ തന്നെ ആർക്കാണ് ജനനവും മരണവും മുൻകൂട്ടി നിശ്ചയിക്കുവാനാകുക? എന്നാലും മനുഷ്യർ ഇത്രയ്ക്ക് ബോധമുള്ളവർ ആയത് എന്നു മുതലാണെന്ന് അവൾ ഓർത്തു. ജനിക്കുകയാണെങ്കിൽ സുന്ദരിയായി ജനിക്കണം. പട്ടിയായാലും പൂച്ചയായാലും മനുഷ്യ സ്ത്രീ ആയാലും. അല്ലെങ്കിൽ ആർക്കും വേണ്ടാതെ ഇങ്ങനെ ഇട്ട് തട്ടും. പൂച്ചകൾക്ക് പെണ്ണു കാണലും താലികെട്ടുമില്ലാത്തത് ഭാഗ്യം. അല്ലായിരുന്നുവെങ്കിൽ അവിടെയും ചക്കി വെറുക്കപ്പെട്ടവളായി കഴിയേണ്ടി വന്നേനെ. ആ വീട്ടിലെ 10 വയസ്സുകാരൻ മോനുവിന്റെ പ്രിയപ്പെട്ടവളായിരുന്നു പുസി. അവിടെ വളർന്നു വന്ന് അവളുടെ ദയനീയത കണ്ട് അവന് അനുകമ്പ തോന്നി. പാലും ചോറും കൊടുത്തു. പക്ഷെ വീടിനകത്ത് കയറ്റിയിരുന്നില്ല. പുറത്ത് കാർ ഷെഡിന് മൂലയിൽ വെച്ചിരുന്ന ചാണകം നിറച്ച ചാക്കിന് പുറത്താണ് അവൾ കിടന്നിരുന്നത്. അവൾക്ക് പ്രായപൂർത്തിയായതോടെ രാത്രിയാകുമ്പോൾ ആ വീടിന്റെ പരിസരം കണ്ടന്മാരെ കൊണ്ട് നിറഞ്ഞിരുന്നു. മനുഷ്യന്മാരുടെ ഉറക്കത്തിന് ഭംഗം വരുത്തിയപ്പോൾ അവർ പുസിയെ ശപിക്കാൻ തുടങ്ങി. കുറച്ചു ദിവസം കഴിഞ്ഞ് നേരം പരവരാന്ന് വെളുത്തു വരുമ്പോൾ മോനു പത്രം എടുക്കാൻ ഗേറ്റിലോട്ട് ചെല്ലുമ്പോൾ അവിടെ ഒരു കൂട്ടക്കരച്ചിൽ കേട്ടു. അവിടെ കിടക്കുന്നു സുന്ദരന്മാരായ 2 പൂച്ചക്കുട്ടികൾ. അമ്മേ, നോക്കിക്കേ, 2 സുന്ദര കുട്ടികൾ. അവൻ അവിടെ നിന്ന് അടുക്കളയിലെ ജോലി തിരക്കിലായിരുന്ന അമ്മയോടെ വിളിച്ചു പറഞ്ഞു, എടാ, പൂച്ചക്കുട്ടികളല്ലേ, ആരാണ്ട് കൊണ്ട് തള്ളിയയച്ച് പോയതാ. അമ്മേ, നമുക്ക് ഒരെണ്ണത്തെ എടുക്കാം. അവൻ അമ്മയോട് കെഞ്ചി. എടാ, ഇന്ന് തിങ്കളാഴ്ചയാ. ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അത് ഭാഗ്യമായേനെ. അമ്മ അമ്പിനും വില്ലിനും അടുത്തില്ല. ആ കുഞ്ഞുങ്ങൾ 2ഉം അവിടെ ഒരു ദിവസം മുഴുവൻ കിടന്നു. പിറ്റേ ദിവസം രാവിലെ അവൻ പത്രം എടുക്കാൻ ചെന്നപ്പോൾ ഒരെണ്ണത്തിനെ കണ്ടില്ല. ഒരെണ്ണം അവിടെ കിടപ്പുണ്ടായിരുന്നു. അമ്മ, ഇന്നലത്തെ പൂച്ച കുഞ്ഞുങ്ങളിൽ ഒരെണ്ണം ഇവിടെയുണ്ട്, അതിനെ എടുക്കട്ടെ. ഇന്ന് ചൊവ്വാഴ്ച, നല്ല ദിവസമല്ലേ. അങ്ങനെ അത് ആ വീട്ടിലെ അന്തേവാസിയായി മാറി. പക്ഷെ അത് കണ്ടനായിരുന്നു. അവന് എസ്തഫാൻ എന്ന് മോനു പേരിട്ടു. എസ്തഫാന് വീടിനകത്ത് രാജകീയ ജീവിതമായിരുന്നു. അവൻ വന്നതോടെ പുസിക്ക് തീറ്റ ശരിക്ക് കിട്ടാതായി. എസ്തഫാന് എന്നും ക്യാറ്റ് ഫുഡ്. പക്ഷെ വെറുക്കപ്പെട്ട അവൾക്ക് എച്ചിൽ പോലും കിട്ടാതായി. ഒരിക്കലും അവളെ വീടിനകത്ത് കയറ്റിയിരുന്നില്ല. അവൾ വർഷാവർഷം പ്രസവിച്ചുകൊണ്ടിരുന്നു. അത് കാണുമ്പോൾ വീട്ടിലുള്ളവർക്ക് കലിയായിരുന്നു. ഈ പൂച്ച കുഞ്ഞുങ്ങളെയെല്ലാം എങ്ങനെ പോറ്റും? എവിടെ കൊണ്ട് കളയും? മനുഷ്യ കുഞ്ഞുങ്ങൾക്ക് നിയന്ത്രണം വെക്കുന്ന മനുഷ്യൻ പൂച്ച കുഞ്ഞുങ്ങളെ പോറ്റുമോ? ഓരോ പ്രസവത്തിലും 2-3 കുഞ്ഞുങ്ങൾ. വീടും പരിസരം പൂച്ചകളെ കൊണ്ട് നിറഞ്ഞു. എല്ലാത്തിനും കാരണക്കാരി അവൾ പുസി തന്നെ. ആളുകൾക്ക് പൂച്ചയെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നു. മനുഷ്യൻ ഗൗരവമുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴും പറയുമ്പോഴും ഈ പൂച്ചകൾ മ്യാവൂ മ്യാവൂ വെച്ച് ശല്യപ്പെടുത്തിയിരുന്നു.
മനുഷ്യനാണെങ്കിൽ അമ്മ തൊട്ടിലുകൾ ഉണ്ട്. വേണ്ടാത്തതിനെല്ലാം അവിടെ ഉപേക്ഷിക്കാം. പൂച്ചക്കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യും? ഇനി എന്നാണാവോ ഒരു പൂച്ചത്തൊട്ടിൽ ഉണ്ടാകുക? 2 ദിവസം കഴിഞ്ഞപ്പോൾ അവൾ ചത്തു. വെറുക്കപ്പെട്ടവൾ പുസി. ബന്ധുക്കളും മിത്രങ്ങളും ആരുമില്ലാതിരുന്നത് കൊണ്ട് ആ വെറുക്കപ്പെട്ടവളെ മോനു അവന്റെ വീടിന് പുറകിൽ തെങ്ങിൻ കുഴിയിൽ കുഴിച്ചിട്ടു. ഭാഗ്യത്തിന് അവൾ ചത്തത് ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ആയിരുന്നില്ല. അല്ലെങ്കിൽ അതിനും അവളെ ശപിക്കുമായിരുന്നേനെ. പാപം പുസി.